കണ്ടാണ്ടല്ലോ ജയിലിലെ സിമന്റേറെ കിടക്കുന്നവരുണ്ട്. മണി 8 ആയി കാണോ? ഇല്ല, ഇത് കേട്ടൊന്നും സ്ഥിരമായിട്ട് നിനക്ക് വെളുപ്പാങ്കാലത്ത് എണീക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്. അതല്ല, ഇത്ര നേരത്തെ എണീക്കുന്ന എന്തിനാ ഞാൻ ചോദിച്ചത്. അവളോട് 4 വർത്താനം പറഞ്ഞിട്ട് നമുക്ക് പോവാം. വാ വാ അങ്കിളേ. ഓ അപ്പൊ നറി അങ്കിളേ. ആഹാ, ഇത്ര വേഗം എഴുന്നേറ്റോ? അതെന്താ, ഞങ്ങൾ ഒരിക്കലും എഴുന്നേക്കില്ലെന്ന് വിചാരിച്ചോ? എവിടെയാ റൊട്ടി? എവിടെ? റൊട്ടിയല്ല, തെറ്റി. ബെറ്റി. അവളെവിടെ? വിളിക്ക്. എന്താ രാവിലെ തുടങ്ങിയോ? ഇല്ലേ, നിർത്തി. യാത്ര കഴിക്കായിരുന്നു. ഞങ്ങളുടെ ട്രോഫിയും ബാഗൊക്കെ തന്നാൽ ഞങ്ങൾ പൊയ്ക്കോളായിരുന്നു. അല്ല ആൽബി, അത് അയ്യോ അങ്കിളെ, അങ്കിള് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഇവര് ഭയങ്കര കച്ചുള്ള പാർട്ടിയാണ്. ഫ്രെഡി അല്ല, ആൽഫ്രഡി ഹിച്ച്കോക്ക് ഉണ്ടല്ലോ, അയാൾ വന്നാൽ ഇവര് പേടിക്കൂല. ഒരുപാട് പറയണ്ട, നിങ്ങളുടെ ട്രോഫിയും ബാഗും അങ്ങ് തന്നേക്കാം. ഒന്ന് പോയി തരാവോ? അയ്യോ, പോയി കഴിഞ്ഞാ പിന്നെ ഒന്നും തരാൻ ഞങ്ങൾക്ക് കഴിയൂല അല്ലേ? പിന്നെ പ്രായത്തിന് മൂത്തവർക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചാലുണ്ടല്ലോ. ചത്താലും ആ കൈ കുഴിക്കുമേലെ നിൽക്കുമെന്നാ പറയുന്നത്. ഞാൻ അപ്പോഴേ അങ്കിളിനോട് പറഞ്ഞതാ, വെറുതെ വേണ്ടാത്ത വയ്യാവലികളൊന്നും കേട്ടി തലേ വെക്കേണ്ടെന്ന്. റൊട്ടി, ഈ വെടിക്കെട്ട് നാടക ഡയലോഗ് എന്നത് മാടാ ചെറുക്ക, 2 വെടിക്കെട്ടുകാർ ഇറങ്ങിയിരിക്കുന്നു. അങ്കിളെ, അങ്കിളിന് അറിയാവുന്ന പഴമൊഴികളൊക്കെ നിരത്തി ആ പെങ്കൊച്ചിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വേണമെങ്കിൽ 1-2 ഞാൻ പറഞ്ഞുതരാം. പെണ്ണ് നടിച്ചാൽ പെരുവഴി, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, കാള കിടക്കും കയറോടും, പൈപ്പ് തുറന്നാൽ വെള്ളം വരും, വെള്ളം തുറന്നാൽ പൈപ്പ് വരില്ല. ആദ്യത്തെ ഒഴിച്ച് ഒന്നും ഈ സന്ദർഭത്തിന് പറ്റിയതല്ല. വരട്ടെ, വരണ്ട, പോയാ മതി. അതെ, ഇപ്പൊ തോന്നി ഒരു പഴഞ്ചൊല്ലി പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം. അമ്മായി മീശ വെച്ചാൽ ഒരിക്കലും അമ്മാവനാവില്ല, ഓർമ്മയിരിക്കട്ടെ. കറക്റ്റ്. ഞാൻ വെറുതെ പറഞ്ഞ എന്താ അവിടെ കഴിക്കാൻ വേണ്ടേ?